സർക്കാരിനെ വിമർശിച്ച CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. തുടർ ഭരണകാലത്ത് ശമ്പള പരിഷ്കരണമടക്കം അട്ടിമറിക്കപ്പെട്ടു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം നടപ്പിലായില്ലെന്നും വിമർശനം. ജനാധിപത്യ സമരങ്ങളെ അഭിസംബോധന ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അധ്യാപക സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്ങൽ എഴുതിയ ലേഖനത്തിൽ വിമർശനമുണ്ട്. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, ഇതിപ്പോൾ ജയചന്ദ്രൻ കല്ലിങ്ങലിന്റെ ബൈലൈനിൽ വന്ന ലേഖനമാണ്, പക്ഷേ വന്നത് ജനയുഗത്തിലാണ്. എന്തെല്ലാം കാര്യങ്ങളിൽ വിമർശനങ്ങളും പരാമർശങ്ങളുമുണ്ട്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രൂക്ഷമായ വിമർശനം എന്ന് അങ്ങ് പറയാൻ കഴിയില്ല എങ്കിൽ പോലും സർക്കാരിന്റെ പല നിലപാടുകളെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നും സർക്കാർ ജീവനക്കാരുടെ സേവന വേതന ആനുകൂല്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കണമെന്നും ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ പ്രതിപക്ഷ സംഘടനകളും CPI സംഘടനകളും ഇത്തരത്തിൽ പ്രതിഷേധ പണിമുടക്കിലേക്ക് പോകുന്നത്. ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചത് തൊട്ട് പിന്നാലെ ഇന്നലെ സംസ്ഥാന സർക്കാർ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നവർക്ക് ഡയസ്നോൺ ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ ലേഖനത്തെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ സർക്കാരിന്റെ നടപടികളെ വിമർശിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1970 മുതൽ പിന്തുടർന്ന് പോന്നിരുന്ന ചില കീഴ്വഴക്കങ്ങൾ ഈ സംസ്ഥാനത്തെ തുടർഭരണ സർക്കാർ അട്ടിമറിച്ചു എന്നുള്ളതാണ്. കൃത്യമായി തന്നെ 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയും കൂടാതെ തന്നെ കൃത്യമായ ആനുകൂല്യങ്ങൾ അനുവദിച്ചും തന്നെയാണ് ഇത്ര കാലവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. 2016 മുതൽ 21 വരെ സംസ്ഥാനം ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ച കാലത്ത് പോലും ആ കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തുടർഭരണകാലത്ത് അതിൽ കൃത്യമായി വീഴ്ച ഉണ്ടായിരിക്കുന്നു. ആ നടപടികൾ അട്ടിമറിക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്ന ആ തീരുമാനം കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി നിയമസഭയെ അറിയിച്ചതാണ്. ആ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഒരു ചുവട് പോലും ആ തീരുമാനം മുന്നോട്ട് പോയിട്ടില്ല. കൂടാതെ തന്നെ കേന്ദ്രവിഹിതം കിട്ടാത്തത് മൂലമാണ് ശമ്പള പരിഷ്കരണവും അതിനോടൊപ്പം തന്നെ ക്ഷേമ നടപടികളും അടക്കം മുന്നോട്ട് പോകാത്തത് എന്നതാണ് സർക്കാരിന്റെ വാദം. കേന്ദ്രവിഹിതം കിട്ടാത്തതിൽ കൃത്യമായി അഡ്രസ് ചെയ്തു പോകേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ കേന്ദ്രവിഹിതം കിട്ടിയാൽ മാത്രമേ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെയും തൊഴിലാളികളെയും ആനുകൂല്യങ്ങൾ നൽകൂ എന്ന് പറയുന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലമായി വിവിധ സമരങ്ങൾ അധ്യാപക സർവീസ് സംഘടനകൾ നടത്തി വരുന്നുണ്ട്. ഈ സമരങ്ങളെ എല്ലാം തന്നെ ജനാധിപത്യ സമരങ്ങളെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തൊരു സ്ഥിതിയുണ്ട്. ഇതോടുകൂടിയാണ് പ്രത്യക്ഷ പണിമുടക്കിലേക്ക് അടക്കം കടക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് സംഘടനകൾ പോയിട്ടിരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന നിലപാടിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നും ഈ സമരവുമായും പണിമുടക്കുമായും മുന്നോട്ട് പോകും എന്ന തരത്തിലേക്കുമാണ് ഈ അധ്യാപക സർവീസ് സംഘടനാ നേതാവായിട്ടുള്ള ജയചന്ദ്രൻ കല്ലിങ്കൽ എഴുതിയ ജനയുഗത്തിലെ ലേഖനത്തിൽ പറയുന്നത്. ശരി, ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.